അരവിന്ദ് കെജ്രിവാൾ ദില്ലി മുഖ്യമന്ത്രി താൻ രാജ്യത്തെ ഏറ്റവും വലിയ പരമ ഫ്രോഡായ ഒരു രാഷ്ട്രീയക്കാരനാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. അദ്ദേഹം വലിയ നാടകീയമായി രാജി പ്രഖ്യാപിച്ചിരിക്കുന്നു. 2 ദിവസത്തിനകം രാജിവെക്കുമെന്നാണ് പറയുന്നത്. കാരണം ജനങ്ങളുടെ വിശ്വാസം നേടിയിട്ടും മതി, ഇനി മുഖ്യമന്ത്രി സ്ഥാനം എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഗീർവാണങ്ങൾ. പക്ഷേ മിനിഞ്ഞാന്നാണ് അദ്ദേഹത്തിന് സുപ്രീം കോടതി ജാമ്യം കൊടുത്തത്. ജസ്റ്റിസ് സൂര്യകാന്തും ഉജ്ജൽ ബുയലും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ജാമ്യം കൊടുത്തു. ഈ ജാമ്യം കൊടുത്തുള്ള ജാമ്യ വ്യവസ്ഥകളിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ഒരധികാരവും വിനിയോഗിക്കാൻ പറ്റില്ല, ഒരു ഫയലും ഒപ്പിടാൻ പറ്റില്ല, സെക്രട്ടേറിയറ്റിൽ പോകാൻ പറ്റില്ല എന്ന് നേരത്തെ ED കേസിൽ ജാമ്യം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതി വെച്ച വ്യവസ്ഥ അതേപടി നിലനിർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ജാമ്യം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ പറ്റില്ല എന്ന് ഇൻഡയറക്റ്റായി സുപ്രീം കോടതി ഈ ജാമ്യ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഗത്യന്തരമില്ലാതെ രാജിവെക്കുകയാണ്. അതിനെയാണ് അദ്ദേഹം വലിയൊരു ത്യാഗം പോലെ ഇനി ജനങ്ങളുടെ വിശ്വാസം നേടിയിട്ട് മതി എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് പറയുന്നത് ഇതുവരെ നമുക്ക് ലഭ്യമായ വാർത്തകളിൽ വല്ലാത്ത വൈരുദ്ധ്യമുണ്ട്. 2 ദിവസം രാജിവെക്കും, ഇനി നവംബറിൽ തെരഞ്ഞെടുപ്പ് വേണമെന്ന് പറയുന്നു. ഒപ്പം പറയുന്നു നിയമസഭ പിരിച്ചുവിടാൻ പറയത്തുമില്ല എന്ന്. അപ്പോൾ നിയമസഭ പിരിച്ചുവിടാൻ പറയാതെ എങ്ങനെയാണ് നവംബറിൽ തിരഞ്ഞെടുപ്പ് ആവശ്യപ്പെടാൻ പറ്റുക? അപ്പോൾ ആകെ ഒരു മോക്കറി ഉണ്ടാക്കി ആളുകളെ ആകെ പുകമുറയ്ക്കുള്ളിലാക്കി ഒരു രാഷ്ട്രീയ തട്ടിപ്പിന് വീണ്ടും കെജ്രിവാൾ ശ്രമിക്കുകയാണോ? അഹമ്മദ് മാഷേ, എന്തു തോന്നുന്നു? കെജ്രിവാൾ അധികാരത്തിൽ വന്ന കാലത്തെ അത്ഭുതമാണ്. വന്നതിന് ശേഷമുള്ള നടപടികളിൽ അദ്ദേഹത്തിനെതിരായി വലിയൊരു അഴിമതി ആരോപണം, 100 കോടിയുടെ മറ്റോ അല്ലേ, 100 കോടിയാണ് ആ അഴിമതി ആരോപണം. അത് വന്നപ്പോൾ ഇന്ത്യ ആകെ ഞെട്ടിത്തെരിക്കേണ്ടായത്. കാരണം അഴിമതിക്കെതിരെ മാത്രം സമരം ചെയ്ത് ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ അഴിമതിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറഞ്ഞ് സമരം ചെയ്ത് അങ്ങനെ ഒരു വലിയ അണ്ണാ ഹസാരെ മൂവ്മെൻറ്റിൻ്റെയൊക്കെ ഭാഗമായിട്ട് വന്ന ഒരു മുഖ്യമന്ത്രി ഇത്ര വലിയൊരു അഴിമതി കേസിൽ പെട്ടുപോയത് തന്നെ വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതിന് സമാന്തരമായി ഉന്നയിക്കപ്പെട്ട പ്രതിപക്ഷത്ത് നിന്ന് ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട സീൻ അന്ന് ഈ കേന്ദ്ര ഗവൺമെൻറ് ഏജൻസികളെ ED, CBI തുടങ്ങിയ ഏജൻസികളെ, കസ്റ്റംസ് തുടങ്ങിയ ഏജൻസികളെ രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരായി പ്രയോഗിക്കുന്നു എന്നത് ഇപ്പോൾ മോദി ഭരണകാലത്ത് ഏറ്റവും കൂടുതൽ കേട്ട ഗവൺമെൻറ്റിനെതിരെ വന്ന ഏറ്റവും വലിയ പഴിയാണ്. പ്രധാനപ്പെട്ട കാര്യം ഇവിടെയുണ്ട്. പക്ഷേ അതായത് ഇന്നലെ മിനിഞ്ഞാന്ന് സുപ്രീം കോടതി കെജ്രിവാളിന് ജാമ്യം കൊടുത്തുള്ള ഉത്തരവിൽ 2 കാര്യങ്ങൾ അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, CBIയുടെ ഭാഗത്തുനിന്നുള്ള വീഴ്ച. CBI ED കേസിൽ ജാമ്യം കിട്ടിയ ഉടനെ അറസ്റ്റ് ചെയ്യാൻ കാത്തിരുന്നു എന്ന് പറയുന്നൊരു വിമർശനമുണ്ട്. അതുകൂടാതെ CBIയുടെ അറസ്റ്റിൽ നിയമവിരുദ്ധമായ ഒന്നുമില്ല, നടപടിക്രമങ്ങൾ പാലിച്ചാണ് ഈ കുറ്റം ചാർത്തൽ, കുറ്റാരോപിതനാണല്ലോ, നിലനിൽക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു ക്ലീൻ ചിറ്റില്ല. തീർച്ചയായിട്ടും. അല്ല, ഈ ഒടുവിൽ വന്ന ജാമ്യം എനിക്ക് തോന്നുന്നു ഇതിനകത്ത് അദ്ദേഹം നേരിട്ടൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്പോൾ ഇന്നലെ വന്ന ഇദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് 2-അംഗ ബെഞ്ച് നടത്തിയ വിധിയിൽ പോലും ഈ ഒരു ഏജൻസികളുടെ ഇപ്പോൾ ഈ കൂട്ടിലടച്ച തത്ത എന്ന പ്രയോഗം ഒരിക്കൽ കൂടി പണ്ട് ജസ്റ്റിസ് ലോധ UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉന്നയിച്ച അതേ വാക്കുകൾ ഇപ്പോൾ മോദി ഭരണകാലത്ത് ഈ വിധിയിൽ ഒരു ജഡ്ജി വിയോജിച്ചുകൊണ്ടാണെങ്കിലും ഈ ജസ്റ്റിസ് ഉജ്ജൽ, അപ്പോൾ അത് വന്നു എന്നത് ഇദ്ദേഹത്തിന് ഗുണകരമായ ഒന്നാണ്. മാത്രമല്ല ഇദ്ദേഹം പുറത്തു വരുന്നത് അദ്ദേഹത്തിന് 2 സൗകര്യങ്ങൾ കിട്ടി. അദ്ദേഹത്തിന് ലോക്സഭാ ഇലക്ഷൻ കാലത്ത് പ്രചാരണം നടത്താൻ കോടതി വളരെ സൗകര്യപൂർവ്വം അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു. ജാമ്യം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചുപോയി. ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തിരിക്കുന്ന സന്ദർഭം വളരെ നിർണായകമാണ്. ആ സന്ദർഭം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഹരിയാന തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഹരിയാന തെരഞ്ഞെടുപ്പിൽ പലരും പറഞ്ഞത്, നമ്മളെ മീഡിയ ഒക്കെ പറയുന്നത്, കെജ്രിവാൾ പുറത്തുണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസ് AAP സഖ്യം വരുമായിരുന്നു. അത് വന്നില്ല നിർഭാഗ്യവശാൽ. ഇനിയും പിൻവലിക്കാൻ എനിക്ക് തോന്നുന്നു, പിൻവലിക്കാനുള്ള തീയതി നാളെയോ മറ്റന്നാളോ ആണ്. അപ്പോൾ അതിനിടയിൽ വല്ലതും നടക്കുമായിരിക്കും. ഇദ്ദേഹം പുറത്തു വന്നതിൻ്റെ ഒരു ഗുണം രാഷ്ട്രീയമായ AAP കിട്ടുമെന്ന് പ്രതീക്ഷിച്ച സമയത്താണ് ഞെട്ടിച്ചുകൊണ്ട് ഇദ്ദേഹം രാജിവെക്കുന്നത്. പക്ഷേ അവിടെ ഒരു ചെറിയ കാര്യമുണ്ട്. ഈ കെജ്രിവാളിൻ്റെ അവസ്ഥ, കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടി ഇന്ത്യ മുന്നണിയിൽ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് നിർണായകമായ സ്റ്റേക്കുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും സ്വന്തം നില മെച്ചപ്പെടുത്താനാണ് നോക്കാറുള്ളത്. പഞ്ചാബിലാണേലും അവിടെ ഒന്നും അവർക്ക് കോൺഗ്രസിന് വേണ്ട, സ്വന്തം തിണ്ണമെടുക്ക് കാണിക്കാൻ പറ്റുന്നിടത്ത് എനിക്ക് മുന്നണിയൊന്നും വേണ്ട എന്ന നിലപാടെടുക്കുകയും അല്ലാത്തിടത്ത് വേണമെങ്കിൽ ഇന്ത്യ മുന്നണി ആവട്ടെ എന്നുള്ള അവസരവാദപരമായ ഒരു നിലപാട് കെജ്രിവാളിനുണ്ട്. അത് മാത്രമല്ല, ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വരുമ്പോൾ കോടതിയുടെ ജാമ്യ വ്യവസ്ഥകളിൽ ബെയിൽ കണ്ടീഷനിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, കെജ്രിവാളിനെതിരെയുള്ള കേസിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ പാടില്ല.
ഇപ്പം അഗ്നി പരീക്ഷ നേരിട്ട് ജനങ്ങളുടെ മുന്നിൽ വിശ്വാസ്യത ആർജിച്ച് ഞാൻ തിരിച്ചു വരും എന്ന് പറയും എന്നാണ് കെജ്രിവാൾ പറയുന്നത്. പക്ഷേ ഈ കേസിനെ കുറിച്ച് പറയാതെ ജനങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാതെ എങ്ങനെ തിരിച്ചു വരാൻ പറ്റും? തോമസ് മാഷ് എന്ത് പറയുന്നു? ഒരുപക്ഷെ ഇത് വേറൊരു സൂത്രമായിരിക്കാം. ഇപ്പോൾ ജാർഖണ്ഡിലും ബീഹാറിലും ഒക്കെ നടത്തി നോക്കിയിരിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. ഭർത്താക്കന്മാർക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ ആയി കഴിയുമ്പോൾ ഭാര്യമാരെ പിടിച്ചേൽപ്പിക്കുക, അത് കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ ഇലക്ഷൻ നടത്തി ആ സ്ഥാനത്തിരിക്കാം. അപ്പോൾ കാര്യങ്ങൾ കൺട്രോളിൽ നിർത്തുകയും ചെയ്യാം. പിന്നെ രാജിവെച്ചെന്നുള്ള രീതിയിൽ ജനങ്ങളുടെ വേണമെങ്കിൽ അങ്ങനെയും കുറച്ച് സിമ്പതി പിടിച്ചു പറ്റാം. ഇങ്ങനെയൊക്കെ ചിലപ്പോൾ പദ്ധതികളുണ്ടായിരിക്കാം ചിലപ്പോൾ മനസ്സിലുണ്ടാവുക. ഇപ്പോൾ അവിടെ റാബ്രി ദേവിനെ ബീഹാറിൽ ചീഫ് മിനിസ്റ്റർ ആക്കിയതും ലാലു ആക്കിയതും, അതേപോലെ ഹേമന്ത് സോറന്റെ ഭാര്യയെ പിടിച്ച് ചീഫ് മിനിസ്റ്റർ കുറച്ച് നാളത്തേക്ക് ചീഫ് മിനിസ്റ്റർ ആക്കിയല്ലോ. ഇവരുടെ ദോസ്തുക്കളായിരുന്നല്ലോ. അപ്പോൾ ചിലപ്പോൾ ആ രീതിയിൽ ഒരു പ്ലാനും കൂടി ഉണ്ടോ മനസ്സിലെന്ന് പറയാൻ പറ്റില്ല. ഇതിൽ സാറേ ഇപ്പം നമ്മൾ പറയുന്ന അവിടെ ഒരു കറക്ഷൻ, ഈ ഹേമന്ത് സോറന്റെ ഭാര്യ മുഖ്യമന്ത്രി ആയില്ല, സഹോദരനാണ് കുറച്ച് മറ്റൊരാളായ അദ്ദേഹം ഇപ്പോൾ BJP പോയി, ചമ്പത്ര അല്ലേ, അദ്ദേഹം BJP പോവുകയും ചെയ്തു. അതെ. ഞാൻ പറയാൻ വന്നൊരു കാര്യം എന്ന് വെച്ചാൽ, സാർ നേരത്തെ പറഞ്ഞപ്പോൾ സുനിൽ സാർ പറഞ്ഞ പോലെ ഈ ഇന്ത്യ മുന്നണി, ഇന്ത്യ എന്ന് അവരും ഇന്ത്യ എന്ന് ഭരണകക്ഷിയും പറയുന്നൊരു മുന്നണിയാണല്ലോ ഇന്ത്യ മുന്നണിയുടെ ഒരു ഘടന തന്നെ അങ്ങനെയാണ്. അത് അത്രമേൽ ലൂസാണ്. ഓരോ ഘടകകക്ഷിക്കും എനിക്ക് തോന്നുന്ന ഒരു ധാരണയാണ് പരസ്പരം. ഓരോ ഘടകകക്ഷിക്കും സ്വന്തമായി ജയിക്കാവുന്നിടത്തൊക്കെ അവരുടെ ഔദാര്യപ്രകാരം വല്ലതും മറ്റു ഘടകകക്ഷികൾക്ക് കൊടുത്താലായി. ഇവിടെ പിണറായി വിജയൻ തീരുമാനിക്കും, അങ്ങനെയല്ല ബംഗാളിൽ മമത തീരുമാനിക്കും, ഇങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ AAPക്ക് ഒരു പ്രത്യേക പ്രിവിലേജ് ഡൽഹിയിൽ കൊടുത്തിട്ടുണ്ടാവാം. ഇനി ഒരു പക്ഷേ പഞ്ചാബിലും അത് കിട്ടിയെന്ന് വരാം. ഹരിയാനയിൽ ഇനി ആർക്കാണെന്ന് തീരുമാനിക്കാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞത് ഹരിയാന ആപ്പിന് പ്രതീക്ഷയുള്ള സംസ്ഥാനമാണ്. അതെ, തീർച്ചയായിട്ടും. ഹരിയാന തൊട്ടടുത്ത് ഡൽഹിയുമായിട്ട് ഏറ്റവും അടുപ്പുള്ള പഞ്ചാബുമായിട്ടുള്ള ബന്ധം, പഞ്ചാബ് രണ്ടും, പഞ്ചാബുമായിട്ടും ഡൽഹിയുമായിട്ടും അതിനിടയിൽ കിടക്കുന്ന ഒരേ ഒരു സംസ്ഥാനം, അതുകൂടി പിടിക്കാൻ അവർക്ക് എളുപ്പമാണ്. ഈ സമയത്ത് ഞാനിപ്പോൾ ഇദ്ദേഹം കാണിച്ച ബുദ്ധി എനിക്ക് തോന്നുന്നു ഈ ബുദ്ധിപൂർവ്വമുള്ളൊരു സംഗതിയാണ്. 6 മാസം ജയിലിൽ കിടന്നതിൻ്റെ എന്ത് കുറ്റത്തിനായാലും കുറ്റം ചെയ്ത് തീർച്ചയായിട്ടും പിടിക്കപ്പെട്ടതുകൊണ്ടാണല്ലോ 100 കോടി അദ്ദേഹത്തിനല്ലാതെ. അതിൽ വേറൊരു കാര്യമുണ്ട്, രാഷ്ട്രീയക്കാർക്ക് അഴിമതി നടത്തുമ്പോൾ പിണറായി വിജയൻ്റെ അഴിമതിയും കെജ്രിവാളിൻ്റെ അഴിമതിയും ഒരുമിച്ച് പറയാൻ പറ്റില്ല. പിണറായി വിജയന്റെ അഴിമതി സ്വന്തം മോൾക്ക് വേണ്ടി നടത്തിയതാണ്. കെജ്രിവാളിന്റെ അഴിമതി സ്വന്തം പാർട്ടിക്ക് ഇലക്ഷൻ നടത്താൻ വേണ്ടി. അത് കൃത്യമായിട്ട് ഇലക്ഷൻ ഇഡി പോലും കൃത്യമായിട്ട് പറയുന്നു 100 കോടി വാങ്ങി ഗോവയിൽ ഇലക്ഷൻ നടത്താൻ പോയി. ഇന്ത്യയിലെ ഏറ്റവും ചെറിയൊരു സംസ്ഥാനത്ത് പിടിക്കാൻ വേണ്ടി ഒരു ആലോചിച്ച് നോക്കൂ. AAP പോലുള്ള ഒരു കൊച്ചു പാർട്ടിക്ക് പോലും 100 കോടി ചെലവാക്കേണ്ടി വരും. അതും അഴിമതി പണമാണെങ്കിൽ പോലും സ്വന്തം പാർട്ടി ഇലക്ഷനാണ്, അത് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ അഴിമതി എനിക്ക് തോന്നുന്നു രാഷ്ട്രീയമായിട്ട് വ്യക്തിപരമായ രാഷ്ട്രീയമായിട്ട് വന്നോളണമെന്നില്ല. 100 ദിവസം ഇപ്പോൾ 6 മാസം ജയിലിൽ കിടന്നു, അതും രാഷ്ട്രീയമായ കാരണങ്ങളാൽ. അതും കേന്ദ്ര ഗവൺമെന്റിന്റെ ശത്രുതാപരമായ നിലപാട് എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയമായി ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ക്യാഷ് ചെയ്യാൻ പറ്റും. പക്ഷേ അഴിമതി കേസാണെന്ന് അഴിമതി കേസാണ്, അത് തർക്കമില്ല. അല്ല സാറേ, ഈ അഴിമതിയുടെ കേസിൽ എന്താന്ന് വെച്ചാൽ ഈ കേസ് റദ്ദാക്കാനായിട്ട് കെജ്രിവാൾ സുപ്രീം കോടതി വരെ പോയി. കേസിൽ മെറിറ്റ് ഉണ്ടെന്നാണ് കോടതി പറഞ്ഞത്. തീർച്ചയായിട്ടും ഉണ്ട്. അഴിമതിക്ക് തെളിവും മെറിറ്റും ഒക്കെ കിട്ടിയത് മറ്റേ കവിത ഉൾപ്പെടെ അപ്പുറത്ത് ഉള്ളവർ കൂടി തെളിവ് കൊടുത്തുകൊണ്ടാണ്. സംഭവം എനിക്കതിൽ തർക്കമൊന്നുമില്ല. കേസിന്റെ മെറിറ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹം കുറ്റവാളിയാണ്. കാരണം അദ്ദേഹമാണല്ലോ റെസ്പോൺസിബിൾ. ആ പണം ആർക്ക് കൊടുത്തു? അദ്ദേഹം ഇടതു കൈ പോലും അറിയാതെ, വലതു കൈ കൊണ്ട് വാങ്ങി ഇടതു കൈ പോലും അറിയാതെ കൊടുത്തിട്ടുണ്ടാവാം. പാർട്ടി അത് ചെലവഴിച്ചിട്ടുണ്ടാവാം. അതിൽ ആരെങ്കിലുമൊക്കെ അത് തീർച്ചയായിട്ടും. അപ്പോൾ പ്രശ്നം ഇതല്ല. ഇപ്പോൾ പൊതുജനത്തിൻ്റെ കണ്ണിൽ രാഷ്ട്രീയ പാർട്ടികളുടെ അഴിമതിയിൽ വ്യക്തിപരമായി എത്ര പങ്കുണ്ട് എന്ന് കാണുന്ന ഒരു പുതിയ കണ്ണ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതുകൊണ്ടാണ് പണ്ടും ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കാൻ തുടങ്ങിയ കാലത്തെ അഴിമതി ഉണ്ട്, ഇല്ലാന്നാരും പറഞ്ഞിട്ടില്ല. പക്ഷേ ആ അഴിമതി പാർട്ടിക്ക് വേണ്ടിയാണ് പലപ്പോഴും. ഈ പാർട്ടിക്ക് വേണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് കെജ്രിവാളിൻ്റെ ഈ കേസുകൾ വന്നതിന് ശേഷം കുറേ ഡാറ്റ വിവരാവകാശ പ്രകാരം പുറത്തു വന്നിരുന്നു. കെജ്രിവാൾ വളരെ ലളിത ജീവിതം നയിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിച്ചത്. മാത്രമല്ല, അദ്ദേഹം ഓട്ടോറിക്ഷയിൽ വള്ളിച്ചെരുപ്പിട്ട് സഞ്ചരിക്കുന്ന മുഖ്യമന്ത്രി എന്നൊരു ഇമേജ് ഉണ്ട്. പക്ഷേ അദ്ദേഹം ഓട്ടോറിക്ഷയിൽ വന്ന് കയറുന്നതിന് തൊട്ട് മുമ്പുള്ള വിഷ്വൽസ് പുറത്തു വന്നു. വരുന്ന ഒരു 7 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ച് കഴിഞ്ഞിട്ടാണ് ഒരു ദിവസം 1.25 ലക്ഷം രൂപ വാടകയുള്ള മുറിയിൽ താമസിച്ചിട്ട് വള്ളിച്ചെരുപ്പിട്ട് പുറത്തു വന്ന് തേക്കാത്ത ഉടുപ്പിട്ട് ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്നു. ഇങ്ങനൊരു കെജ്രിവാളിൻ്റെ ചിത്രം കൂടി പുറത്തു വന്നു. വരട്ടെ സാർ, അത് ജനാധിപത്യത്തിൽ അത്രയും ഹിപ്പോക്രസി പുറത്തു വരണം. ഹിപ്പോക്രാറ്റുകൾ തീർച്ചയായിട്ടും എക്സ്പോസ്ഡ് ആവുകയും വേണം. അത് വരട്ടെ, അത് വന്നോട്ടെ. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നമുക്ക് ഇദ്ദേഹത്തെ കുറിച്ച് വിലയിരുത്തുമ്പോൾ രാഷ്ട്രീയമായ കാരണങ്ങളാൽ 6 മാസം ജയിലിൽ കിടന്ന
ഒരു ത്യാഗത്തിന്റെ പരിവേഷം അല്ല, അങ്ങനെ ആയിരിക്കുമല്ലോ അവർ പറയാ സർ. അവർ പറയുന്നത്. അതെ. അപ്പോൾ ഞാൻ പറയുന്നത് ആം ആദ്മി പാർട്ടിയുടെ ഒരു വെർഷനാണ് പറയുന്നത്. 6 മാസം ജയിലിൽ കിടന്നു. 2, ഇപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും സാറ് പറഞ്ഞ വളരെ കറക്റ്റാണ്. അദ്ദേഹത്തിന് സെക്രട്ടേറിയറ്റ് പോകാൻ പറ്റില്ല, ഭരിക്കാൻ പറ്റില്ല, ഒരു ഫയൽ നോക്കാൻ പറ്റില്ല. അങ്ങനെ ആൾ ഭരിക്കാതിരിക്കുക നല്ലത്. അപ്പോൾ അദ്ദേഹത്തിന് നല്ല സമയത്ത് അല്ല, അങ്ങനെ തുടർന്നാൽ ഓട്ടോമാറ്റിക്കലി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാവും. സർക്കാർ പോകേണ്ടി വരും. അതെ, മുഖ്യമന്ത്രി പുറത്തുണ്ട്, ഒപ്പിടാൻ പറ്റുന്നില്ല, സെക്രട്ടേറിയറ്റ് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇഷ്യൂ അല്ല. അത് ഒരു പക്ഷേ അതുപോലും മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവും ഇദ്ദേഹം കണ്ടു എന്ന് മാത്രമല്ല, നല്ല അഡ്വൈസർമാർ അദ്ദേഹത്തിന് ഉണ്ടല്ലോ, നല്ല അഡ്വക്കേറ്റ്സ് ഒക്കെയാണ് ഇവരുടെ വലിയ തലപ്പത്തുള്ള ആളുകൾ. അപ്പോൾ അതുകൂടി ആവാം. അതുകൊണ്ട് കിട്ടാൻ പോകുന്ന ഗുണം ഒരു പക്ഷേ ഹരിയാന തെരഞ്ഞെടുപ്പിലും ഹരിയാന തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ നേട്ടം ചെറിയ തോതിലെങ്കിലും ഉണ്ടാവാം. കോൺഗ്രസുമായിട്ടുള്ള ധാരണയിൽ മാറ്റം വരുത്താം. ഇദ്ദേഹം പുറത്തുള്ളത് കൊണ്ട് ക്യാമ്പയിനെ സ്വാധീനിക്കാം. ഇദ്ദേഹത്തിന് മാത്രമേ ഈ കേസ് പറയാൻ പറ്റാത്തുള്ളൂ. അതെ, മറ്റുള്ളവർക്ക് പറയാം. അപ്പുറത്തിരിക്കുന്നവർക്ക് പറഞ്ഞൂടെ, അദ്ദേഹം ഉണ്ടായിരുന്നാൽ മതിയല്ലോ. അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പോൾ സമർത്ഥമായിട്ട് നേരിടാൻ സാധ്യതയുണ്ട്, പൊളിറ്റിക്കലായി ടാക്കിൾ ചെയ്യാൻ സാധ്യതയുണ്ട്. വേറൊന്ന് കൂടി വന്നാലിപ്പോൾ ഈ 2025 മാർച്ച് വരെ പറ്റിയാണ് നിയമസഭ കാലാവധികൾ. അത് കാലേ കൂട്ടി നിയമസഭ പിരിച്ചുവിട്ട് ഇലക്ഷനാണ് നടത്തുന്നതെങ്കിൽ ഇപ്പോൾ അദ്ദേഹം എന്തിനാണ് വേണ്ടാന്ന് പറയുന്ന ഒരു പക്ഷേ കുറച്ചുകൂടി കളമൊരുങ്ങാനും ഹരിയാന തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞു കിട്ടാനും വേണ്ടിയിട്ട് തൽക്കാലത്തേക്കുള്ളൊരു സംവിധാനം ഒരു പക്ഷേ ആം ആദ്മി പാർട്ടി തന്നെ നിർദ്ദേശിക്കുമായിരിക്കാം. ഞാനൊരു ഒരു സംശയം ഉണ്ടല്ലോ, അതായത് ദില്ലി തെരഞ്ഞെടുപ്പ്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ആപ്പും കൂടി മുന്നണി ഉണ്ടാക്കിയിട്ടും BJP തൂത്തുവാരി 7 സീറ്റ് കൊണ്ടുപോയി ലോക്സഭയിൽ. അപ്പോൾ അത്ര അനുകൂലമല്ല. കോൺഗ്രസും ആപ്പും കൂടെ ഒരുമിച്ച് മത്സരിച്ചിട്ടും BJP തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പം ഡൽഹിയിൽ ഇപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് സ്മൃതി ഇറാനിയെ അവിടെ കൊണ്ടുവരാനാണ് BJP ആലോചിക്കുന്നത്. വളരെ താരപരിവേഷമുള്ള ഒരു സ്ഥാനാർത്ഥി വരികയും അങ്ങനൊരു നല്ല മത്സരം ഉണ്ടാവുകയും ചെയ്താൽ ഒരു പക്ഷേ ആപ്പിന് ദില്ലി ഭരണം പോയാൽ സംഭവിക്കാൻ പോകുന്നത് ഒരു പക്ഷേ ഞാൻ കരുതുന്നത് ആം ആദ്മി പാർട്ടിയുടെ അവസാനമായിരിക്കും. കാരണം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു താരപരിവേഷത്തിൻ്റെ ബലത്തിലാണ് പഞ്ചാബിലെ മന്ത്രിസഭ നിൽക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ അപ്രസക്തനായി കഴിഞ്ഞാൽ പഞ്ചാബ് മുഖ്യമന്ത്രിക്ക് തോന്നുന്നു ഇനി എന്തിന് ഞാൻ അയാളുടെ പിന്നാലെ പോകുന്നു, എനിക്ക് ഒറ്റയ്ക്ക് ആയിക്കൂടെ എന്ത് തോന്നാം. അല്ല, സാർ പറഞ്ഞ 2 കാര്യം കൂടിയുണ്ട്. ഒന്ന്, ഈ അഴിമതി എന്ന ഒരു ഒറ്റ ഐഡിയോളജിയുടെ പുറത്തു വന്ന പാർട്ടിയാണ്. അങ്ങനെ ഒരു മുഖ്യമന്ത്രി അഴിമതി കേസിൽപ്പെട്ട് രാജിവെച്ച് പോവുകയും അതിൻ്റെ പേരിൽ ഇലക്ഷൻ തോൽക്കുകയും ചെയ്താൽ സാറിൻ്റെ നിരീക്ഷണം വളരെ കറക്റ്റാണ്. ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ തുടങ്ങി ഡൽഹിയിൽ തന്നെ അവസാനിക്കും. അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഡൽഹിയുടെ കാര്യം പറഞ്ഞപ്പോഴേ അവിടെ അസംബ്ലിയിലും പാർലമെന്റിലും 2 രീതിയിൽ വോട്ടിംഗ് പാറ്റേൺ ഒരു ഇതുണ്ട്. അത് മിക്ക സ്റ്റേറ്റിലും അങ്ങനെയാണ്. ഡൽഹിയിൽ പ്രത്യേകിച്ച് ഡൽഹിയിൽ രാഷ്ട്രീയമായ ബേസ് ഇല്ലാതെ ഒരു തരത്തിലുള്ള വൈകാരികമായ രാഷ്ട്രീയ പിന്തുണയും അല്ലെങ്കിൽ അടിവേരുകളും ഇല്ലാത്ത ഈ ഫ്ലോട്ടിംഗ് പോപ്പുലേഷനാണ് ഡൽഹിയിലെ വോട്ടർമാർ. അവർക്ക് എനിക്ക് തോന്നുന്നു തൊട്ടപ്പുറത്തെ UP-യിൽ വിളിച്ചാൽ കേൾക്കുന്ന UP-യിലെ രാഷ്ട്രീയമല്ല ഡൽഹിയിലെ രാഷ്ട്രീയം. കാരണം UP-യുടെ മണ്ണല്ല, ആ മണ്ണിൻ്റെ മണമല്ല. അതുകൊണ്ട് പഞ്ചാബിൻ്റെ മണമല്ല. ഡൽഹിയിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എത്രയോ കാലമായിട്ട് അവിടെ വന്നുകൂടി. പക്ഷേ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു സംഭവം ഡൽഹിയിൽ ഇപ്പോൾ വ്യാപകമാണ്. സമീപകാലത്തുണ്ടായ കുടിവെള്ളക്ഷാമത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ, അത് കൈകാര്യം ചെയ്യുന്നതിൽ ഭരണകൂടം വല്ലാതെ പരാജയപ്പെട്ടു. അപ്പം ഈ ഇവിടെ കൊട്ടിഘോഷിക്കപ്പെട്ട് കൊണ്ടുവന്ന കെജ്രിവാൾ മോഡൽ പലതും അവിടെ തകർന്നടിയുന്നത് കാണുന്നു. അങ്ങനെയൊക്കെ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം പാർട്ടിയുടെ ലീഡർഷിപ്പ് അപ്പാടെ ജയിലിൽ പോവുകയും നിയമ നടപടികൾക്ക് വിധേയമാവുകയും ചെയ്തപ്പോൾ കഴിഞ്ഞ 1 വർഷത്തിലേറെയായി മനോജ് സിസോദിയ 1.5 വർഷമായിട്ട് ജയിലിലായിരുന്നു. അപ്പോൾ 1.5 വർഷമായിട്ട് ആം ആദ്മി പാർട്ടി ഈ വറീസിലായിരുന്നു. അവർക്ക് മറ്റൊന്നും ശ്രദ്ധിക്കാൻ നേരില്ല. എങ്ങനെ നേതാക്കന്മാർ ജയിലിൽ പോകാതെ രക്ഷപ്പെടുത്താം എന്ന് നോക്കുമ്പോഴാണ് പിന്നാലെ നിരന്തരം വരുന്നത്. ഇപ്പോൾ സ്വാതി മലിവാളിൻ്റെ ഇഷ്യൂ, കെജ്രിവാളിൻ്റെ വിശ്വസ്തയായിരുന്നു. ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു സ്വാതി മലിവാൾ. അവരെ ഇപ്പോഴത്തെ പ്രൈവറ്റ് സെക്രട്ടറി മർദ്ദിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മുറിയിൽ വെച്ച് മുഖ്യമന്ത്രിയെ കാണാൻ വരുമ്പോൾ ആണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രിക്ക് അതിൽ പങ്കുണ്ടോ എന്നത് സംബന്ധിച്ച് ഡൽഹി പോലീസിൻ്റെ മറ്റന്വേഷണം നടക്കുകയാണ്. ഒരുപക്ഷെ കെജ്രിവാൾ അതിലും പ്രതിയായേക്കാം. NIA-യുടെ ഒരു കേസ് വേറെ കിടപ്പുണ്ട്. അങ്ങനെ കെജ്രിവാളിനെ വരിഞ്ഞു മുറുക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം, ലീഗൽ സിറ്റുവേഷൻ കൂടി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഫൈറ്റ് ചെയ്യാൻ ഇത്തിരി ശ്രമകരമാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഡൽഹിയിൽ ഒരു രാഷ്ട്രീയ പരീക്ഷണത്തിന് അല്ലെങ്കിൽ സ്കോപ്പ് ഉണ്ട്. ഡൽഹിയിലെ ദൂഷ്യങ്ങൾ മുഴുവനും കോൺഗ്രസിനുള്ളതാണ്, കോൺഗ്രസ് ഉണ്ടാക്കിയതാണ്. കോൺഗ്രസിനെതിരെയുള്ള വലിയ കോൺഗ്രസിൻ്റെ അഴിമതിക്കും കോൺഗ്രസിൻ്റെ ദുർഭരണത്തിനും കോൺഗ്രസിൻ്റെ കെടുകാര്യസ്ഥതയ്ക്കും എതിരെയുള്ള വലിയ ജനരോഷമാണ് കെജ്രിവാൾ ക്യാഷ് ചെയ്തെടുത്തത്. ഡൽഹിക്കാരാകെ ഒരു പക്ഷേ ഡൽഹിയിൽ ഒരു രാഷ്ട്രീയ പരീക്ഷണം ഇപ്പോഴും നടക്കാത്തത്, കേന്ദ്രം ഭരിക്കുന്ന BJP-ക്ക് ഇപ്പോഴും ഡൽഹി ഭരിച്ചിട്ട് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് ഡൽഹി ഭരിക്കുന്നത് ലഫ്റ്റനന്റ് ഗവർണറൊക്കെയാണ്, അത് BJP നിയമിക്കുന്നതാണെങ്കിൽ പോലും ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഗവൺമെൻറ്, ഒരു BJP ഗവൺമെൻറ് ഡൽഹി ഭരിച്ചിട്ടില്ല. ഒരു BJP മുഖ്യമന്ത്രി ഇനി ഡൽഹിയിൽ പരീക്ഷിക്കപ്പെടാത്ത ഒരേ ഒരു ആൾട്ടർനേറ്റീവ് അതാണ്.
കേന്ദ്ര ഗവൺമെൻറ് ആഗ്രഹിക്കുന്നു അതാണ്. എന്നാൽ ഈ സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻസും കുറെ കൂടി ബെറ്റർ ആവും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പ് ആം ആദ്മി പാർട്ടിയുടെ ഭാവി നിർണ്ണയിക്കുന്നതിനേക്കാൾ ഡൽഹി ഭരിക്കാനുള്ള BJPയുടെ താല്പര്യങ്ങളുടെ ഏറ്റവും ഗംഭീരമായ പ്രകടനമായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. തോമസ്, പക്ഷേ ഈ ഇനിയൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇപ്പോൾ സാറിന് അത്യാവശ്യം കുറച്ച് കോണ്ടാക്ട്സ് ഒക്കെ ദില്ലിയിലൊക്കെ ഉണ്ടല്ലോ, ഈ ആം ആദ്മി പാർട്ടിയുടെ സാധ്യത എങ്ങനെയാണ്? ആം ആദ്മി പാർട്ടി അസംബ്ലി ഇലക്ഷനിൽ എപ്പോഴും വിജയിച്ചിരുന്നത് ഫ്രീ ആയിട്ട് ഇലക്ട്രിസിറ്റി, ഫ്രീ ആയിട്ട് വെള്ളം, അങ്ങനെയൊക്കെ കുറച്ച് ഫ്രീ ബീസ് കൊടുത്തിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഏതായാലും പാർലമെൻറ്റ് ഇലക്ഷനിലെ പോലെ അത്രയും മോശമാകാൻ പോകണില്ല. അവർ കുറേ നാളായിട്ട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് കൂടുതലും അവിടെ പിടിച്ചു നിന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യത കുറച്ചുണ്ട്. പിന്നെ ഇപ്പോൾ എന്തായാലും കുറേ പേർക്ക് ഇദ്ദേഹത്തോട് സിമ്പതി തോന്നാൻ സാധ്യതയുണ്ട്. ഈ നമ്മളിപ്പോൾ ഈ പറഞ്ഞ യാഥാർത്ഥ്യങ്ങളെല്ലാം ജനങ്ങൾ മനസ്സിലാക്കണമെന്നില്ലല്ലോ. അവരെന്തോ ത്യാഗം ചെയ്തു എന്ന് വിചാരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടായേക്കാം. അങ്ങനെ കുറച്ച് ബെനിഫിറ്റ്സ് കിട്ടും. ഏതായാലും കെജ്രിവാൾ ഒരിക്കൽ കൂടി രാജിയിലൂടെ തൻ്റെ പൊളിറ്റിക്കൽ പ്രസൻസ്, രാഷ്ട്രീയ സാന്നിധ്യം വീണ്ടും ഉറപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, കോൺസിക്വൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.